മുന്നിൽ നട കൊട്ടിയടച്ചു എന്ന പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ശ്രീ രാമൻ നമ്പൂതിരിയെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ കെ.പി. വിശ്വനാഥൻ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. പരാതി ഇങ്ങനെയാണ്: 20/10/2025 രാവിലെ മലർ നിവേദ്യത്തോടനുബന്ധിച്ച് ക്ഷേത്രവാതിൽ വലിയ ശബ്ദത്തോടെ അതിശക്തമായി കൊട്ടിയടച്ചത് സംബന്ധിച്ച് ഭരണസമിതി അംഗം ശ്രീ കെ.പി. വിശ്വനാഥൻ കമ്മിറ്റി മുമ്പാകെ റിപ്പോർട്ട് ചെയ്യുകയും ആയത് പ്രസ്തുത ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ക്ഷേത്ര മാനേജർ, സെക്യൂരിറ്റി ഓഫീസർ തുടങ്ങിയവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് പ്രവൃത്തി ചെയ്ത കീഴടം ശ്രീ രാമൻ നമ്പൂതിരിയെ നേരിൽ വിളിപ്പിച്ച് വിശദീകരണം ആരാഞ്ഞു. ടിയാൻ തന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും വലിയ ശബ്ദത്തിൽ വീണ്ടും ധിക്കാരപരമായി ഇതിനു മുമ്പും പല കമ്മിറ്റികളും എനിക്കെതിരെ ഇത്തരം വ്യാജ പരാതികൾ കെട്ടിച്ചമച്ച് നടപടി എടുത്തിട്ടുണ്ട് എന്ന് ആരോപിച്ച് കമ്മിറ്റിയെ പരിഹസിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി ടിയാനെ പ്രവൃത്തിയിൽ നിന്നും മാറ്റി നിർത്തുവാൻ തീരുമാനിച്ചു എന്നാണ് പരാതി. ശരിക്കും അദ്ദേഹം മനസാ വാചാ കർമ്മണ അറിയാത്ത ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനെ ചൊല്ലിയാണ് ശ്രീ കെ.പി. വിശ്വനാഥൻ ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ശ്രീ കെ.പി. വിശ്വനാഥനും ഭാര്യയും നടയ്ക്ക് മുന്നിൽ തൊഴാൻ നിന്നപ്പോഴാണ് രാമൻ നമ്പൂതിരി ഇത്തരത്തിൽ വാതിൽ കൊട്ടിയടച്ചതെന്നും അതിന്റെ പേരിൽ അദ്ദേഹം നൽകിയ പരാതിയുടെ പുറത്താണ് രാമൻ നമ്പൂതിരിയെ സസ്പെൻഡ് ചെയ്തത് എന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്നത്. ഇതിനെതിരെ അദ്ദേഹം നൽകിയ വിശദീകരണക്കുറിപ്പ് വായിക്കാം. ഒരു നുണ 100 വട്ടം പറഞ്ഞാൽ അത് സത്യമാകും എന്ന ഗീബൽസ്യൻ തന്ത്രം ഏതാനും ദിവസമായി എനിക്കെതിരെ ചിലർ ചേർന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നടത്തിവരുന്നത്. എന്നെ നന്നായി അറിയാവുന്നവരും സ്നേഹിക്കുന്നവരുടെയും ആവശ്യപ്രകാരം യാഥാർത്ഥ്യം പറയാതെ വയ്യ. ശ്രീ രാമൻ നമ്പൂതിരിയുടെ സസ്പെൻഷൻ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധവും ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ശ്രീ രാമൻ നമ്പൂതിരിയെ പ്രവൃത്തിയിൽ നിന്നും മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധവും തെല്ലിട പോലും യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്തതുമാണ്. ശ്രീ രാമൻ നമ്പൂതിരിക്കെതിരെ നടപടിയെടുത്ത ഭക്തരോടും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയോടും തികഞ്ഞ ധാർഷ്ട്യവും ധിക്കാരവും അവഹേളനപരവുമായ പെരുമാറ്റത്തിന്റെ പേരിലാണ്. കഴിഞ്ഞ 20-ന് ഏതാനും ഭക്തർ നിർമ്മാല്യം തൊഴാനെത്തി ശ്രീ ഗുരുവായൂരപ്പന് മുന്നിൽ കാത്തു നിൽക്കുന്നതിനിടെയാണ് ശ്രീ രാമൻ നമ്പൂതിരി ശ്രീകോവിൽ വാതിൽ കൊട്ടിയടച്ചത്. ഇദ്ദേഹം ഡ്യൂട്ടിയിൽ ഉള്ളപ്പോൾ മാത്രമാണ് ഇത്തരം രീതി. ഇതുപോലെ പല സന്ദർഭങ്ങളിലായി വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ ഡോറിലെ മണികൾ തെറിച്ചു വീഴാറുണ്ട്. മണികൾ ഇപ്പോൾ ശ്രീകോവിലിന്റെ വാതിൽ ഇല്ല. കേടുപാടുണ്ടാകുന്ന രീതിയിൽ കനത്ത ശക്തിയിൽ വലിയ ശബ്ദത്തോടെ വാതിൽ കൊട്ടിയടച്ചതിനാൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് എത്തിയ ഏതാനും ഭക്തർ ദർശനം കാണാൻ കഴിയാതെ കണ്ണീരോടെ മടങ്ങേണ്ടി വന്നു. ഇതേ സമയം ക്ഷേത്രം സുരക്ഷയിലുള്ള സെക്യൂരിറ്റി ഓഫീസറും മാനേജറും ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിലെത്തി അവിടെ നിൽക്കുകയായിരുന്ന എന്നെ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ വാർത്ത ഞാനും ഭാര്യയും നടയിൽ നിൽക്കുമ്പോൾ നടയടച്ചു എന്നും അതിനാൽ ഞാൻ നൽകിയ പരാതിയിലാണ് കീഴ്ശാന്തിയെ മാറ്റിയതെന്നുമാണ്. ഇത് വസ്തുതയല്ല. CCTV പരിശോധിച്ചാൽ വ്യക്തമാണ്. ക്ഷേത്രം മാനേജറും SOയുമാണ് രേഖാമൂലം ഭരണസമിതിക്ക് പരാതി നൽകിയത്. ശ്രീ രാമൻ നമ്പൂതിരി പതിവായി ശ്രീകോവിൽ അടയ്ക്കുന്നത് എങ്ങനെയാണെന്നും ആരും പറയുന്നത് അദ്ദേഹം അനുസരിക്കുക പോയിട്ട് ചെവി കൊള്ളുക പോലും ചെയ്യാറില്ലെന്നുമായിരുന്നു ദേവസ്വം സുരക്ഷാ ജീവനക്കാരുടെ മറുപടി. ഇത് സംബന്ധിച്ച് ലഭിച്ച പരാതി ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചർച്ച ചെയ്യുമ്പോൾ വസ്തുത അന്വേഷിക്കാൻ ശ്രീ രാമൻ നമ്പൂതിരിയെ ഭരണസമിതി യോഗത്തിലേക്ക് വിളിച്ചിരുന്നു. എന്നാൽ ശ്രീ ഗുരുവായൂരപ്പനെ സേവിക്കുന്ന ഒരു ഉപാസകന്റെ ഔന്നത്യത്തിനും അന്തസ്സിനും ചേരാത്ത അങ്ങേയറ്റം ധിക്കാരവും പരസ്യവും നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഉഗ്രകോപത്താൽ ആക്രോശിച്ചുകൊണ്ട് ഇതിനു മുമ്പും പല കമ്മിറ്റികളും എനിക്കെതിരെ ഇത്തരം പരാതികൾ കെട്ടിച്ചമച്ച് നടപടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ചുക്കും സംഭവിക്കില്ല എന്നായിരുന്നു മറുപടി. നിയമം വഴി സ്ഥാപിതമായ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ പരിഹസിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അദ്ദേഹം ചെയ്തത്. ശ്രീ ഗുരുവായൂരപ്പനെ സദാ ഉപാസിക്കുന്ന ശാന്തിക്കാരിൽ നിന്നും തരിമ്പും പ്രതീക്ഷിക്കാത്ത അസാമാന്യമായ പെരുമാറ്റത്തിനാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത്. അന്വേഷണ വിധേയമായി പ്രവൃത്തിയിൽ നിന്ന് മാറ്റിയതാണ്. പ്രസ്തുത വിവരം അറിയിച്ച് ശാന്തിയോ നമ്പൂതിരി മുഖേന നോട്ടീസ് നൽകിയെങ്കിലും ടിയാൻ നാളെ ഇതുവരെ നോട്ടീസ് കൈപ്പറ്റാനോ മറുപടി നൽകാനോ തയ്യാറായിട്ടില്ല. പകരം മാധ്യമങ്ങൾ വഴി ദേവസ്വത്തെയും വ്യക്തിപരമായി എന്നെയും അപകീർത്തിപ്പെടുത്താനാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത്. ദേവസ്വത്തിൽ എത്രയോ ജീവനക്കാർ ശിക്ഷണ നടപടികൾ നേരിടുന്നു. അവർ തെറ്റ് ബോധ്യപ്പെട്ട് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാറുമുണ്ട്. ആരും ഭരണസമിതിയെ വെല്ലുവിളിക്കാനോ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കാറുമില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തി പൊതുസമൂഹവും ഭക്തജനങ്ങളും വിലയിരുത്തട്ടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.